താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് വണ്ടി ഇരിക്കാൻ പൊടിയാണ് 6-ാം തീയതി അന്ന് വെളുപ്പാൻ കാലത്ത് അസർബൈജാൻ പൊടിക്ക് മഞ്ഞി കളിക്കണമെന്നുണ്ട്. ഞാനും മഞ്ഞ് ഞാൻ പിന്നെ അതേപോലെ വേറൊരു ലാലേട്ടൻ ആക്ച്വലി ഇവിടെ ഇല്ല, തിരക്ക. അപ്പം നല്ലൊരു മൊമെന്റ് ആണ്, അതൊരിക്കലും തോണ്ടരുത്. ഞാനത് ചുമ്മാ പറയുന്നല്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഏജ് ഒരു ഫാക്ടർ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം എപ്പോൾ വേണമെങ്കിൽ കല്യാണം കഴിക്കാം. പക്ഷേ ഏജ് ഒരു 30 കഴിയുമ്പോഴത്തേക്ക് പലരും, അല്ലെങ്കിൽ ഒരു 32 കഴിഞ്ഞാലും കെട്ടിട്ട് വേണം നിന്നെ എയർ കയറ്റാൻ. ഓൺ എയർന്ന് ഇട്ടിട്ട് കറക്റ്റ് അവൻ ക്യാപ്ഷൻ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഈ വർക്ക് ഫുൾ ചെയ്ത് അടിപൊളിയാണ്. പിന്നെ രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു മുണ്ടും ആ ഒരു നേരിത് ആ ഷോളും എല്ലാം ചെയ്ത് SK ചെയ്തത്. പിന്നെ നേരത്തെയുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് എല്ലാം മെനിൻജുവാ ചെയ്തത്. പിന്നെ നമ്മുടെ എന്താ പറയുക, എന്നെ ഫുൾ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ഡ്രോ ബ്യൂട്ടി എന്ന് പറഞ്ഞ പേജാണ്. പിന്നെ വേറെ നമ്മളെ കാറ്ററിംഗ് ഫുൾ ഏറ്റെടുത്തിരിക്കുന്ന നമ്മളെ എൻഗേജ്മെൻറ്റ് ചെയ്ത സെയിം വ്യക്തി തന്നെയാണ്. അത് അൻവർക്ക റോയൽ കാറ്ററിംഗ്. ഇതെല്ലാം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അവരെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈച്ച് ആൻഡ് എവരി എന്താ പറയുക, നമ്മുടെ വെഡ്ഡിങ് പ്ലാനേഴ്സ്, ഓക്കെ, ഇവൻറ്റ് കാരണം അവർ വൺ ടച്ച് ആയാലും മാരിറ്റസ് ആയാലും ഒന്ന് രണ്ടെണ്ണം വിട്ടുപോയി. കാരണം ബോഡിയാണ് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് നടത്തിയത്. അന്ന് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അത് പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ മൊത്തം ഫാമിലിയാണോ അത് ഔട്ട്സൈഡ് ഗസ്റ്റ്? അത് ബിഗ് ബോസ് താരങ്ങളാരും ഇല്ല, അങ്ങനെ ഒരു ബിഗ് ബോസിൽ മറ്റു താരങ്ങളൊക്കെ റിസപ്ഷൻ ആയിരിക്കും അവർ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ കല്യാണം വളരെ ഒരു പ്രൈവറ്റായിട്ട് അധികം ആൾക്കാരില്ലാതെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വെച്ച് മാത്രം ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പം ലക്ഷ്മി ചേച്ചി മാത്രം ഉണ്ടായിരുന്നു, ശിവപ്രിയ ചേച്ചി മാത്രം ഉണ്ടായിരുന്നു. വേറെ ആരും വിളിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മൾ ഫാമിലിയുടെ അടുത്തൊരു തീരുമാനം അങ്ങനെയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. ഈ പിന്നെ അതേപോലെ ഈ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആരുടെ പ്ലാനിങ് ആയിരുന്നു? കാരണം ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അതേപോലെ ഇന്ത്യ ഫസ്റ്റ് റയർ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാരണം ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നതുകൊണ്ടല്ലേ ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഞങ്ങൾ, കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ വെഡിങ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള ഒരു ടീമാണ്. സോ അവരാണ് ആക്ച്വലി അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു പ്ലാൻ ചെയ്യാം. 2 വർഷത്തെ കംപ്ലീറ്റ് പാക്കേജ്, ഫുൾ ട്രാവൽ, അക്കോമഡേഷൻ, ഫുഡ് എല്ലാം അവരാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. 27+ കൺട്രി, ചിലപ്പോൾ ഓരോ മാസം ഓരോ കൺട്രിയിലായിരിക്കും പോകുന്നത്. അപ്പം ഡെസ്റ്റിനേഷനാണ്, ബെസ്റ്റ് ഓഫ് എവറി നേഷൻ. ഓൾസോ അല്ലേ ചക്കു പറഞ്ഞോ? അതെ, എന്ത് ചെയ്യട്ടെ? നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം എത്തിക്കോളാം. പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ്. ഓക്കെ, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ്. ഞങ്ങൾ ഒരുമിച്ചാണ് GG ഹോസ്പിറ്റൽ, ഞാൻ GG ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് തുടങ്ങിയത് 2015-16 ടൈം തൊട്ട്. 2016 തൊട്ടേ ഞാൻ ഇവൻ്റെ അടുത്ത് പറയുന്നത് എന്താണ് ഞാൻ ഇനി കല്യാണം കഴിക്കുന്നത്, എപ്പോഴാണ് കല്യാണം എന്നൊക്കെ ഇങ്ങനെ ഇവൻ്റെ അടുത്ത് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ അനന്തപുരി ഹോസ്പിറ്റലാണ് എമർജൻസി മെഡിസിൻ കൺസൾട്ടൻ്റ് ആണ്. ഓക്കെ, ഹോളി ക്രോസ് കൊട്ടിയത്തിലുള്ളതിൽ എമർജൻസി ഹെഡാണ്. അപ്പം എൻ്റെ ഒരു, ഞാൻ പറയില്ലേ, എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് എന്നുള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിനാണെങ്കിലും പുള്ളിക്കാരൻ്റെ സത്യം പറഞ്ഞ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് വന്നത്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് രാജ്യം പോകുന്നത് ഈ 26-ാം തീയതി അന്ന് വെളുപ്പാൻ കാലത്ത് അസർബൈജാൻ പൊടിക്ക് മഞ്ഞി കളിക്കണമെന്നുണ്ട്. ഞാൻ അങ്ങനെ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ല. അത് ഓക്കെ, സ്റ്റാറ്റസ് ആയിട്ട് ഞങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും അത് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഞാൻ വീഡിയോ എന്തായാലും ഇടും. പിന്നെ എല്ലാം പൊടിയുടെ പ്ലാനിങ് ആണോ? അല്ല, ഇതെൻ്റെ പ്ലാനിങ്ങാണ്. ഈ ഒരു ഹണിമൂണിൻ്റെ ട്രിപ്പ് ഞങ്ങൾ 2 പേരും അധികം സ്ഥലങ്ങളൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു പ്ലാനായിരുന്നു ആ ഒരു സമയത്ത്. പൊടിയ എന്തായി? വണ്ടി ഇരിക്കാൻ പൊടിയാണ്. ഹലോ പൊടിയേ, കട്ട് ചെയ്താ ചോദ്യം ഉണ്ടോ? ഞാൻ അന്ന് ബിരിയാണി ഫെസ്റ്റിൻ്റെ അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതായത് ലാലേട്ടനെ അനുഗ്രഹം വാങ്ങിയൊന്ന്. അത് കാണാൻ ലാലേട്ടൻ ആക്ച്വലി ഇവിടെ ഇല്ല, തിരക്ക. അപ്പം ഞാൻ ഇൻഡിവിജ്വലി പോയി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിയെ തിരക്കായത് കാരണം കുഴപ്പമില്ല, പിന്നെ എപ്പോഴെങ്കിലും പോയി എന്ത് ചെയ്യാം, വാങ്ങാമെന്ന് വിചാരിച്ചു. അനുഗ്രഹം എപ്പോഴാണെങ്കിലും വാങ്ങാമല്ലോ.
മനസ്സിലായില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ സെലിബ്രിറ്റീസോ വലിയ അങ്ങനൊരു കാര്യങ്ങളൊന്നും എന്തില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർ, നിന്നെ എന്നെ പോലുള്ള സാധാരണക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ വേറൊരു അതായത് സാധാരണ ഈ പുരുഷന്മാർക്ക് ഒരു 30 ഏജ് ഇതിന്റെ വീഡിയോസ് ഒക്കെ നല്ലതാണ്. നീ ആ ക്യാപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീ പൊളിയാ. നോക്ക് ഞാൻ ഇടുന്നുണ്ടാന്ന് നല്ല നമ്മൾ നല്ലൊരു മൊമെന്റ് ആണ്. അതൊരിക്കലും തോണ്ടരുത്. അതായത് പൊതുവെ ഈ ആൺകുട്ടികൾക്ക് പറഞ്ഞാൽ 30 വയസ്സ് 32 വയസ്സ് കഴിഞ്ഞാൽ ഏജ് കാറ്റഗറി കഴിഞ്ഞാൽ മാരേജ് കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് കുറവാണ്. ഒന്നെങ്കിൽ കിട്ടുന്ന ആൾ ഭയങ്കര പ്രിവിലേജഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പണം കിട്ടണം, അങ്ങനെ ഒരു പൊതുവെ സിസ്റ്റത്തിലുണ്ട്. അതിനോട് എന്താ പറയുള്ളത്? ഇപ്പോൾ റോബിന് അത്ര ഏജ് ആയി എന്നിട്ട് ആ ഏജിലാണ് ഇപ്പോൾ കിട്ടണത്. അതങ്ങനല്ലേ പറഞ്ഞത്. അത് കിട്ടുന്ന പെയറാണെങ്കിലും നല്ല പെയറായിട്ട് ആദ്യപോട്ടേക്ക് ഒരു മെയ്ഡ് ഫോർ ഈച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അല്ല, അത് ഒബ്വിയസ്ലി ഉണ്ട്. ഇപ്പോൾ ഞാനത് ചുമ്മാ പറയുന്നില്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഏജ് ഒരു ഫാക്ടർ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ കല്യാണം കഴിക്കാം. പക്ഷേ ഏജ് ഒരു 30 കഴിയുമ്പോഴത്തേക്ക് പലരും, അല്ലെങ്കിൽ ഒരു 32 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 34 കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആണുങ്ങളെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അവർ പ്രിഫറൻസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ ഫോർച്യൂനറ്റ്ലി ഞാൻ പൊടീനെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രായമുള്ള ആൾക്കാരും കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് തന്നെ എത്ര പേര് 35 വയസ്സിൽ കൂടുതലുള്ളവർ കെട്ടുന്നുണ്ടായിരിക്കും, നിനക്ക് അറിയാവോ? അല്ലേ? ഞാൻ പറയട്ടെ, ഒരു 100-ൽ ചിലപ്പോൾ ഒരു 50% ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും. 50% എല്ലാത്തിലും ഇല്ലേ? അങ്ങനെയുള്ള എല്ലാവർക്കും കല്യാണം കഴിക്കട്ടെ, എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു വധുവിനെ വരനെ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒബ്വിയസ്ലി, കാരണം അത് എല്ലാവരുടെ ആഗ്രഹമില്ല. നമ്മുടെയൊക്കെ ഒരു അല്ലേ? നിനക്ക് എത്ര വയസ്സായി? എനിക്ക് എത്ര വയസ്സ് തോന്നിക്കും? നിനക്കൊരു 26, 28 ഉണ്ട്. 28 ഉണ്ട്. ഇപ്പൊ കെട്ടിയാ? കേട്ടിട്ടില്ല. കെട്ടിട്ട് വേണം നിന്നെ എയർ കയറ്റാൻ. ഓൺ എയർ ഇട്ടിട്ട് അവൻ കറക്റ്റ് അവൻ ക്യാപ്ഷൻ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്. പൊടിയാ, ഞാനെന്ത് പറഞ്ഞ അവരല്ലേ അത് പറയുന്നത്, എനിക്ക് അറിയില്ല. ചോദിക്കൂ, ഒരു മിനിറ്റ്. ഹലോ, എന്തായി? അല്ല, ഒന്നുമില്ല. എൻട്രിക്ക് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ്. കല്യാണം വരെ പൊടി പ്ലാൻ ചെയ്തു, പിന്നീട് മൊത്തം പ്ലാൻ ചെയ്തു. അല്ല, അങ്ങനെയല്ല ബ്രോ. ഇതിൽ മ്യൂസിക്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്ലാൻസ് ഉണ്ട്. പിന്നെ പൊടിയുടെ ആഗ്രഹങ്ങൾ, ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്തു. ഞാൻ സപ്പോർട്ട് ചെയ്തു. രണ്ടുപേരുടെ ഉണ്ട്. ഫുഡ് കഴിക്കുക, എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോകണമല്ലോ. കംപ്ലീറ്റ് 0 എക്സ്പെൻസ്. അകത്തേക്ക് മാത്രമേ എന്തുള്ളൂ, എൻട്രി ഇല്ലാതെ ഉള്ളൂ. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അതെന്ത് വീഡിയോ എടുത്ത് വെറുതെ കോപ്പറേറ്റ് വെക്കാം. ഞാൻ അതെന്തോ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വെറുതെ അവന്മാർ അറിയാലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ചോദിച്ചാൽ വന്നത് കംപ്ലീറ്റ് 0 എക്സ്പെൻസ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ടു എന്ത് കാശ് കൊടുക്കേണ്ടതിന് കാശ് കൊടുക്കുന്നുണ്ട്, കൊളാബ് കൊടുക്കേണ്ടതിന് കൊളാബ് കൊടുക്കുന്നുണ്ട്. കൊളാബ് കൊടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് മറുത്തിട്ടുള്ള ആൾക്കാർക്ക് കൊളാബ് കിട്ടത്തുള്ളൂ അല്ലേ? എല്ലാം അങ്ങനെയല്ല. മോസ്റ്റ്ലി എല്ലാം നമ്മൾ പേയ്മെൻ്റാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് മാത്രം കൊളാബ്, അത് അവരിങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അവർക്കത് ഒരു കൊളാബ് വീഡിയോ മതി എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതൊന്നും സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ സിനിമയുടെ കാര്യമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഫ്യൂച്ചർ? സൂര്യ അപ്പോൾ 2 വർഷത്തേക്കുള്ള ട്രിപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം സിനിമയുടെ കാര്യങ്ങളൊക്കെ സിനിമ പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചു. ടൈമിങ് വലിയ കാര്യം തന്നെ. നല്ല ടെൻഷൻ ഉണ്ടോ? ഇങ്ങനെ റീച്ച് കിട്ടിയ വീഡിയോസ് ഒക്കെ കുറച്ച് ചെറുതായിട്ട് ഒരുപാട് വീഡിയോസ് അത്യാവശ്യം റീച്ച് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ വരുന്ന ഒരു ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ മൊത്തത്തിലൊരു കമൻസുകളിലൊക്കെ വരുന്ന ഒരു സാധനം, ഡോക്ടർ റോബിൻ്റെ തുടക്കം മുതൽ ഓൺലൈൻ മീഡിയ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കല്യാണം വന്നപ്പോൾ അവർ ഒഴിവാക്കിയെന്നൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട്. അതിനൊരു മറുപടി ഒന്ന് കൊടുത്തു. മറുപടി ഞാൻ നേരത്തെ ഈ എൻട്രി ഒരിക്കലും പുറത്തൂടെ അല്ല, അകത്തൂടെ ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പുറത്തൂടെ. സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ചെയ്തു അല്ലേ? ഞാൻ അതുകൊണ്ട് മാത്രം ചെയ്തു. എനിക്ക് എൻട്രി അകത്തൂടെയാണ്. ആ റൂമിൽ നിന്ന് ഡയറക്റ്റായിട്ട് എൻ്റെ റൂമിൽ